ഹലോ, ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് മോർണിംഗ് ടാസ്ക്കാണ്. മോർണിംഗ് ടാസ്ക് വന്നിട്ട് ഓമന പേരിടുന്നതാണ് ആ ടാസ്ക്. ഇതിൽ ഇഷ്ടപ്പെടുന്ന ഒരാളെയും ഇഷ്ടപ്പെടാത്ത ഒരാളെയും ചൂസ് ചെയ്യണം. ഇഷ്ടപ്പെടുന്ന ഒരാളായി വോട്ട് കിട്ടിയത് നൂറ അതില അനുമോൾ. ഇവർ രണ്ടുപേർക്ക് ഈക്വൽ വോട്ടായിരുന്നു കിട്ടിയത്. ഇഷ്ടപ്പെടാത്ത ആള് അനീഷായിരുന്നു. പിന്നെ നെക്സ്റ്റ് ടാസ്ക് വന്നിട്ട് കോയിൻ ടാസ്ക്കാണ്. അതിൽ ഗോൾഡ് കോയിൻ, റെഡ് കോയിൻ, ബ്ലാക്ക് കോയിൻ ആണ്. ഗോൾഡ് കോയിൻ വന്നിട്ട് അക്ബറിന് കിട്ടി, റെഡ് കുറേ പേർക്ക് കിട്ടി. ബ്ലാക്ക് കോയിൻ കിട്ടിയവർക്ക് ബിഗ് ബോസ് വന്നിട്ട് പണിഷ്മെന്റ് കൊടുത്തു. ആ പണിഷ്മെന്റ് വന്നിട്ട് ഒരാൾക്ക് നടക്കാൻ പാടില്ല, ഒരാൾക്ക് വായി കെട്ടണം, ഒരാൾ കണ്ണു കെട്ടണം. ഇത് ഇവര് മൂന്നുപേരും തന്നെ ആരാ വേണ്ടത് വന്ന് അത് ചൂസ് ചെയ്യാം. അതായിരുന്നു അതിന്റെ പണിഷ്മെന്റ്. പിന്നെ അക്ബർക്ക് നെക്സ്റ്റ് റൗണ്ടിൽ വന്നിട്ട് അക്ബർ ഒരാൾ ചൂസ് ചെയ്യണം. അത് ആര്യനെയാണ് ചൂസ് ചെയ്തത്. എന്തിനാന്ന് വെച്ചാൽ ആര്യൻ ഗോൾഡ് കോയിൻ വീണ്ടും ഒരു ഗെയിം വെച്ചിട്ട് അതിൽ ഗോൾഡ് കോയിൻ കിട്ടുന്ന ഒരാളെയാണ് ചൂസ് ചെയ്യുന്നത്. അത് അക്ബർ വന്നിട്ട് ആര്യനെ ചൂസ് ചെയ്തു. ആര്യന് വന്നിട്ട് പക്ഷെ ഗോൾഡ് കോയിൻ കിട്ടിയില്ല. അത് ഷാനവാസിനായിരുന്നു ഗോൾഡ് കോയിൻ കിട്ടിയത്. ഇത് കാരണം നെക്സ്റ്റ് വീക്കിൽ ആര്യനും അക്ബറിനും വന്നിട്ട് നോമിനേഷനിലേക്ക് ചൂസ് ചെയ്യണം. അത് ഇവര് തമ്മിൽ തന്നെ ആരാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യണം. അത് വന്നിട്ട് അക്ബർ നെക്സ്റ്റ് വീക്കിൽ നോമിനേഷനിലേക്ക് അക്ബർ ചൂസ് ചെയ്തു. അക്ബറിനെയാണ് ചൂസ് ചെയ്തത്. നെക്സ്റ്റ് വന്നിട്ട് പുറത്ത് കിടക്കുന്ന ടാസ്ക് ഉണ്ടല്ലോ, അതില് 4 പേര് പുറത്ത് കിടക്കുന്നുണ്ടല്ലോ, അതിനെ റെഡ് സോണിലേക്ക് കൊണ്ടുപോകാൻ ഇവർ ശ്രമിച്ചു, ഉറങ്ങുന്ന ഒരാളെ. പക്ഷെ അത് നടന്നില്ല, അവരപ്പോഴേക്കും എണീറ്റു. പിന്നെ ഷാനവാസ് വന്നിട്ട് റൂൾസ് ഫോളോവേ ചെയ്യുന്നില്ല. ആര് പറഞ്ഞാലും ഷാനവാസ് കേൾക്കുന്നുമില്ല. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. വീണ്ടും നാളെ കാണാം.